Very good evening to all. So, ഇന്നിപ്പോൾ ഈ സെഷനിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈം നമ്പർ. നമ്മൾ ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്ത പ്രൈം നമ്പർ ചെക്ക് ചെയ്യുന്ന ഫംഗ്ഷൻ പ്രോഗ്രാമിനെ ഫംഗ്ഷൻ ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ മെയിൻ ഫംഗ്ഷനകത്ത് ഞാൻ രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. വൺ ഈസ് നം, സെക്കൻഡ് വൺ ഈസ് ഫ്ലാഗ്. ഈ നം എന്ന് പറയുന്ന വേരിയബിളിലാണ് ഞാൻ നമ്മുടെ ഇൻപുട്ട് നമ്പർ സ്റ്റോർ ചെയ്യുന്നത്. ആൻഡ് ഫ്ലാഗ് എന്ന് പറയുന്നത് വേറൊന്നിനുമല്ല, ഒരു നമ്പർ പർട്ടിക്കുലർ നമ്പർ ഫ്ലാഗ് ആണെന്ന് ചെക്ക് ചെയ്തിട്ട് പ്രൈം ആണെന്ന് ചെക്ക് ചെയ്തിട്ട് പ്രൈം ആണെങ്കിൽ ഐ ഹാവ് ടു റിട്ടേൺ സം വാല്യൂ, പ്രൈം അല്ലെങ്കിൽ ഐ വിൽ റിട്ടേൺ സം അതർ വാല്യൂ. സോ ആ പർട്ടിക്കുലർ റിട്ടേൺ വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിലൂടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇനി depending on the value of flag, I will declare whether the input number is prime or not prime. അതാണ് മെയിൻ ഫംഗ്ഷനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇവിടെ flag equals is prime of number or num എന്ന് പറയുന്ന ഒരു ഫംഗ്ഷൻ കോൾ ചെയ്തിട്ടുണ്ട്. That means I am declaring a function. I have to declare a function and define a function with the name is prime with one formal parameter which is of type integer, കാരണം ഇവിടെ integer ആണ് ഞാൻ പാസ് ചെയ്ത് കൊടുക്കുന്നത്, and its return type is also integer, കാരണം flag എന്ന് പറയുന്ന ഇന്റിജറിലേക്കാണ് ഞാൻ അത് സ്റ്റോർ ചെയ്യുന്നത്. That's why in the function prototype I used integer as the return type int is prime, then instead of bracket int. ഇവിടെ പ്രോട്ടോടൈപ്പിന്റെ കേസിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഈ int എന്ന് പറയുന്ന ഇന്റിജർ നൊട്ടേഷന്റെ കൂടെ you may specify some variable name or you may not specify it. It is entirely up to you. Specify ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. Only in case of function prototype. Now going for the function definition. is prime എന്ന് പറയുന്ന ഫംഗ്ഷനിലേക്ക് ഞാൻ a എന്ന് പറയുന്ന ആർഗ്യുമെന്റ് ആണ് ഫോർമൽ ആർഗ്യുമെന്റ് ആയിട്ട് വെച്ചിരിക്കുന്നത്. സോ ഈ നം എന്ന് പറയുന്ന വാല്യൂ ഞാൻ ഈ is prime എന്ന് പറയുന്ന ഫംഗ്ഷൻ കോൾ ചെയ്യുമ്പോൾ നം എന്ന് പറയുന്ന വാല്യൂന്റെ ഒരു കോപ്പി എയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ദെൻ നമ്മൾ സാധാരണ രീതിയിൽ ഫംഗ്ഷൻ യൂസ് ചെയ്യാതെ എങ്ങനെയാണ് പ്രൈം നമ്പർ ചെക്ക് ചെയ്യുന്നത് എന്നുള്ളത് നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അറിഞ്ഞൂടാത്തവർക്ക് ഒന്നുകൂടെ പറഞ്ഞു തരാം. ഇഫ് എ നമ്പർ ഈസ് പ്രൈം, അത് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇഫ് എ നമ്പർ ഈസ് പ്രൈം വെൻ ദ നമ്പർ ഡിവൈഡഡ് ബൈ another number. That means here the number is I divided by a second number is A divided by another second number I, where I varies from 2 to A by 2. If on division it does not give any remainder, if it does not give any remainder, then you can say that for a particular value of I, if a divided by I does not give any remainder, then a is divisible by I. അതായത് a divided by I എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, if a divided by I എന്ന് പറയുന്നതിന് റിമൈൻഡർ 0 ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ, for any value of I, we can say that for that particular value of I, a is divisible by that value. സോ ആ ഒരു ലോജിക്കാണ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. സോ റിമൈൻഡർ ആണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്, എ പെർസെന്റേജ് ആയി 0 ആണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഇവിടെ എപ്പോഴെങ്കിലും എ പെർസെന്റേജ് ആയി 0 ആയി കഴിഞ്ഞാൽ, ഹിയർ ഐ ആം സെറ്റിംഗ് എ ഫ്ലാഗ് ടു 0 ആൻഡ് ഐ ആം റിട്ടേണിംഗ് ദ ഫ്ലാഗ്. ഇനി എ പെർസെന്റേജ് ആയി അറ്റ് എനി വാല്യൂ ഓഫ് ഐ 0 ആയി കഴിഞ്ഞാൽ, വാട്ട് ഇറ്റ്സ് മീനിങ് ഈസ് എ ഈസ് കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ബൈ ഐ, മീനിങ് എ ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. സോ അങ്ങനെ ഒരു എപ്പോഴെങ്കിലും ഇതുപോലെ റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ, വി ക്യാൻ ഷുവർലി സേ ദാറ്റ് എ ഈസ് എ കോമ്പോസിറ്റ് നമ്പർ. ദെൻ അതിന് ശേഷമുള്ള നമ്പേഴ്സ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി എന്തുകൊണ്ട് നമ്മൾ ഐയുടെ വാല്യൂ 2 മുതൽ a by 2 വരെ എടുക്കുന്നു? ഐ ഒരിക്കലും 1 വെച്ച് നമ്മൾ എടുക്കത്തില്ല, കാരണം നമ്മൾ ഡിവിസിബിൾ ആണോ എന്ന് ചെക്ക് ചെയ്യുന്നത് 1ന് മേളിലുള്ള നമ്പേഴ്സ് വെച്ചാണ് ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത്. പ്ലസ് ഇഫ് a number is not divisible till I equals a by 2, then a by 2 ന് മേളിലുള്ള നമ്പർ കൊണ്ടും ഒരു കാരണവശാലും അത് ഡിവിസിബിൾ ആയിരിക്കത്തില്ല. ബിക്കോസ്
a by 2 വരെ ഡിവിസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ a by 2 മേളിലുള്ള നമ്പർ കൊണ്ടും ഡിവിസിബിൾ ആയിരിക്കത്തില്ല. You can check using any examples if you want. So the condition to be checked is I less than or equal to a by 2 and I will be incremented at each loop. A percentage I will be checked if it is 0. If it is not 0, then I will be again incremented, again checked. Not 0, again incremented, again checked, and goes on like that. If a percentage I is 0, then that means a is going to be a composite number which is divisible by that particular value of I. So അങ്ങനെ composite ആയി ഒരു divisibility എങ്കിലും quotient remainder 0 ആയി കഴിഞ്ഞാൽ you can say that it is a composite number. So ഇവിടെ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് composite ആണെങ്കിൽ I am setting the flag to 0. Composite അല്ല prime ആണെന്നുണ്ടെങ്കിൽ I am setting the flag to 1. So flag 0 ആയി കഴിഞ്ഞാൽ return flag. As soon as this return function is return statement is encountered, control will be transferred back to our normal function call. So this is how the function works. Now let us see how this will be executed. Compile and run. Okay, enter a number, entering 8. It's saying not prime. So one thing, it is working fine for composite numbers. Now let's check prime numbers 7. It is showing as prime. So the logic cooperate work cheyyunnundu. So this is a program simply used for checking whether a given number is prime or not by using a function to exclusive function which is user defined for checking whether it's a prime number or not. Okay. So ഇത് ഡയറക്റ്റ് ഒരു നമ്പർ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രൈം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. ബൈ യൂസിങ് എ ഫംഗ്ഷൻ എക്സ്ക്ലൂസീവ്ലി ടു ചെക്ക് വെദർ എ പർട്ടിക്കുലർ നമ്പർ ഈസ് പ്രൈം ഓർ നോട്ട്. ഈ ഫംഗ്ഷന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് ഇഫ് ദി ഗിവൺ നമ്പർ ഈസ് പ്രൈം ഇറ്റ് വിൽ റിട്ടേൺ 1 ആൻഡ് ഇഫ് ദി ഗിവൺ നമ്പർ ഈസ് കോമ്പോസിറ്റ് ഓർ ഇഫ് ഇറ്റ് ഈസ് അറ്റ് any position of I it becomes completely divisible, it returns 0. ഇനി ഇതേ function use ചെയ്ത് I am going to implement another program. It's a program to print a list of n prime numbers. Okay. So അതിന് മുൻപായിട്ട് I think കുറച്ചുകൂടെ സിംപ്ലർ ആയിട്ടുള്ള പ്രോഗ്രാം ഡിസ്കസ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് n prime numbers-ലേക്ക് പോകാം. So next one is a program to print all prime numbers till a given specified limit. So ഇവിടെയും വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ആകെ ഒരു വ്യത്യാസം എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ നമ്പർ ഡയറക്റ്റ് ആയിട്ട് കൊടുത്തു, ഇവിടെ നമ്മൾ ഒരു പർട്ടിക്കുലർ ലിമിറ്റിംഗ് വേരിയബിൾസ് അല്ലെങ്കിൽ വാല്യൂ സ്പെസിഫൈ ആണ്. ആ ലിമിറ്റിംഗ് വേരിയബിളിന് അകത്തുള്ള പ്രൈം നമ്പേഴ്സിനെ എല്ലാം ഡിസ്പ്ലേ ചെയ്യണം. സോ ഹിയർ ദാറ്റ് ലിമിറ്റിംഗ് വാല്യൂ ഇസ് ബീങ് സ്റ്റോർഡ് അണ്ടർ ദ വേരിയബിൾ ലിമിറ്റ് ആൻഡ് ഇൻസ്റ്റെഡ് ഓഫ് സിംപ്ലി ചെക്കിംഗ് ഫോർ ഈസ് പ്രൈം ഞാനൊരു ലൂപ്പ് ഇടുന്നു വേർ my loop variable is varying from 2 to limit. അതായത് my loop variable is varying from 2 to limit and I am checking is prime of I. So ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ when I during the first iteration when I equal to 2 is prime of 2 will be checked. 2 is a prime number and if it is prime then flag will be 1 and if flag is 1 then I will be printed. Then I is incremented to 3. Again this will be executed. 3 is prime of 3 എന്ന് പറയുന്നത് again it will return 1. 1 will be set to flag. Flag double equal 1 will be checked. Then അത് correct ആണ്. Then 3 will be printed. Next I becomes 4. is prime of 4 എന്ന് പറയുന്നത് 4 is a composite number. അതുകൊണ്ട് തന്നെ എന്താണ് 4%2 എന്ന് പറയുന്നത് 0 ആവും. ഫ്ലാഗ് 0 സെറ്റ് ചെയ്യും, ഫ്ലാഗ് റിട്ടേൺ ചെയ്യും ഇവിടെ. So that particular value will be stored here. So inside the main function flag will be 0. അതുകൊണ്ട് തന്നെ ഈ കണ്ടീഷൻ false ആവും, printf statement വർക്ക് ചെയ്യില്ല. Then again I will be incremented and it goes on till I is less than or equal to limit. അതായത് ഇവിടെ ലിമിറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ 10 ആണ് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ the program will check all numbers starting from 2
ending at 10 whether the number is prime or not. If it is prime, then it will print the particular number. വളരെ simple ആയിട്ടുള്ള ഒരു program. Let's see whether this is working or not. Compile and run. Enter the limit. I'm giving it as 10. List of prime numbers till 10 എന്ന് പറയുന്നത് 2, 3, 5 and 7. കുറച്ചുകൂടെ വലിയൊരു ലിമിറ്റ് നമ്മൾ കൊടുത്തു നോക്കാം. Compile and run. 1000. 3, 2, 3, 5, 7, 9 അങ്ങനെ 997 വരെ. So these are all prime numbers which are less than number 1000. So this is working fine, no issues at all. ഇത് നിങ്ങൾക്ക് ഇന്റിന്റെ വാല്യൂ എത്രയാണോ 32,767 അതിനകത്തുള്ള ഏത് നമ്പർ വെച്ച് വേണമെങ്കിലും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. അതിന് മുകളിലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ you might have to specify int as a long int and you have to rewrite your function and program. That is the only difference. Okay, so that is the program to print all prime numbers till a particular given limit. Next program നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് is a program to print list of n prime numbers. നേരത്തെ list of prime numbers till number n, അതായത് n വരെയുള്ള നമ്പേഴ്സിനെ ഇടയിൽ പ്രൈം നമ്പേഴ്സ് ഏതൊക്കെയാണോ ആ നമ്പേഴ്സ് ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന പ്രോഗ്രാം ആയിരുന്നു. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് to print list of n prime numbers, അതായത് list of first n prime numbers starting from 2 first n prime numbers എത്ര എണ്ണം ഉണ്ടോ അത്രയും പ്രിന്റ് ചെയ്യാനായിട്ടാണ് പറയുന്നത്. ഇപ്പോ 100 വരെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1നും 100നും ഇടയ്ക്ക് നമുക്ക് ഒരിക്കലും 100 പ്രൈം നമ്പേഴ്സ് കാണില്ല. പക്ഷെ 100 പ്രൈം നമ്പേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് മേ ബി സംവെയർ അറൌണ്ട് 600, 700, 900 അങ്ങനെ ആ റേഞ്ചിലേക്ക് പോകാം എൻഡിങ് പ്രൈം നമ്പർ ലിമിറ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ സെയിം ഫംഗ്ഷൻ തന്നെയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. നമുക്ക് ആദ്യം മെയിൻ ഫംഗ്ഷൻ നോക്കാം. ഇവിടെ ഞാൻ ലിമിറ്റ് എന്ന് പറയുന്നത് എത്ര നമ്പേഴ്സ് ആണോ പ്രിന്റ് ചെയ്യേണ്ടത് അതിനെ ഞാൻ ലിമിറ്റ് എന്ന് പറയുന്ന വാല്യൂയിൽ സ്റ്റോർ ചെയ്യുന്നു. ഓക്കെ, നൗ ഞാൻ പഴയതുപോലെ തന്നെ ഒരു ഫ്ലാഗ് എന്ന് പറയുന്ന ഒരു വാല്യൂ ഡിക്ലെയർ ചെയ്യുന്നു, വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ഐ എന്ന് പറയുന്ന ഒരു ലൂപ്പ് വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. ആ പ്രശ്നങ്ങൾ അല്ല, ഐ എന്ന് പറയുന്ന ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുന്നു. Then I am declaring another variable called count. എന്തിനാണെന്ന് വെച്ചാൽ നമ്മളിപ്പോ I am starting from 2 and I am incrementing as it goes and I am checking is prime of I. എപ്പോഴെങ്കിലും is prime of I 1 return ചെയ്തു കഴിഞ്ഞാൽ that means that particular value of I is a prime number. So if flag equal to 1, then that particular value of I is prime number. That value has to be printed and count has to be incremented. അതായത് നമ്മൾ എത്ര പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്തോ അത്രയും പ്രൈം നമ്പേഴ്സ് പ്രിന്റ് ചെയ്തു എന്നുള്ളതിന്റെ ഒരു കൗണ്ട് കൂടെ നമ്മൾ സൂക്ഷിക്കണം. വൈ? ബിക്കോസ് നമ്മൾ തൊട്ട് മുന്നത്തെ ഫംഗ്ഷനിൽ നമ്മൾ എത്രയാണ് ലിമിറ്റിന് അകത്തുള്ള, ലിമിറ്റ് എന്ന് പറയുന്നത് സ്റ്റോർ ചെയ്ത നമ്പറിനകത്തുള്ള പ്രൈം നമ്പേഴ്സ് ആണ് നമ്മൾ പ്രിന്റ് ചെയ്തുകൊണ്ടിരുന്നത്. സോ വി നോ ദി lower limit of I and we know the upper limit of I as well. പക്ഷെ ഇവിടത്തെ കേസിൽ we know the lower limit, I will be starting from 2, but problem is we don't know the upper limit. അതായത് ആദ്യത്തെ 10 പ്രൈം നമ്പേഴ്സ് ഡയറക്റ്റ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞാൽ നമുക്ക് അത് ഒന്ന് എഴുതി നോക്കുകയോ അല്ലെങ്കിൽ പ്രോസസ് ചെയ്തോ നോക്കാതെ ഒരിക്കലും നമുക്ക് ഐയുടെ അപ്പർ ലിമിറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഒരു കാര്യം പറയാം, എത്ര പ്രൈം നമ്പേഴ്സ് നമ്മൾ പ്രിന്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര തവണ ഈ പ്രിന്റ് ഓഫ് സ്റ്റേറ്റ്മെന്റ് എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ എത്ര തവണ ഫ്ലാഗ് 1 ആകുന്നുണ്ട് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. സോ എത്ര തവണ ഫ്ലാഗ് 1 ആകുന്നുണ്ടോ അത്രയും പ്രൈം നമ്പേഴ്സ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ആ കൗണ്ട് നമ്മൾ ഇൻക്രിമെന്റ് ചെയ്യാനായിട്ടാണ് വി മെയ്ഡ് യൂസ് ഓഫ് എ വേരിയബിൾ കോൾഡ് ആസ് കൗണ്ട്. സോ ഇവിടെ നമ്മുടെ ലിമിറ്റിംഗ് വേരിയബിൾ എന്ന് പറയുന്നത് ഇൻസ്റ്റെഡ് ഓഫ് ഫോർ ലൂപ്പ് ഐ ആം യൂസിങ് എ വൈൽ ലൂപ്പ്. ഫോർ വേണമെങ്കിൽ യൂസ് ചെയ്യാം, ഇറ്റ്സ് എൻറ്റയർലി അപ് ടു യു. ചെറിയൊരു പാറ്റേൺ അല്ലെങ്കിൽ വൈൽ യൂസ് ചെയ്യുന്നതിന് പകരം ഫോർ വരുമ്പോൾ സിന്റാക്സിലുള്ള ചേഞ്ച് വരുമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ വ്യത്യാസങ്ങളൊന്നുമില്ല. സോ ഹിയർ ഇനിഷ്യലി ഐ യൂസ്ഡ് കൗണ്ട് ഈക്വൽ ടു 1. Then if by any chance for any particular I flag becomes 1, that particular value will be printed and count will be incremented. അതായത്
ആദ്യം ഒന്നാമത്തെ വാല്യൂവിന് വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഒന്നാമത്തെ പ്രൈം നമ്പർ എൻകൗണ്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നാമത്തെ പ്രൈം നമ്പർ പ്രിന്റ് ചെയ്തിട്ട് വാല്യൂ വിൽ ബി ഇൻക്രിമെന്റഡ് ടു 2. ആൻഡ് ഇനി എന്താണ്, രണ്ടാമത്തെ പ്രൈം നമ്പറിന് വേണ്ടി ചെക്ക് ചെയ്യും. ഇനി നെക്സ്റ്റ് എപ്പോഴാണോ ഫ്ലാഗ് വന്നാവുന്നത്, സോ then it will print I, that will be the second prime number, and after printing count will be incremented 3. This process will repeat till count is less than or equal to limit. അതായത് നമ്മുടെ ലിമിറ്റിംഗ് നമ്പേഴ്സ് നമ്മൾ പറഞ്ഞത് n പ്രൈം നമ്പേഴ്സ് ആണ് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലിമിറ്റിംഗ് നമ്പർ എന്ന് പറയുന്ന ലിമിറ്റ് കൗണ്ടിനെ കാട്ടിയും കൂടി നിൽക്കുന്നതാണ്. ഇതുവരെ നമുക്ക് ഈ വാല്യൂ പ്രിന്റ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. സോ our limiting condition will be count less than or equal to limit. So ഇവിടെ കൗണ്ട് ഞാൻ 1 വെച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിന് പകരം if I want to start the count from 0, then all you need to do is you check for count less than limit. അതായത് 0 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ you have to use count less than limit in the while loop condition checking statement. നമുക്കൊന്ന് ഇവാലുവേറ്റ് ചെയ്ത് നോക്കാം. ഇനിഷ്യലി കൗണ്ട് is 0, I is 2. നമുക്ക് എന്താണ് ലിമിറ്റ് എന്ന് പറയുന്നത് 2 ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഫസ്റ്റ് I 2 ആണ്, is prime 2, this is true, I will be printed, count becomes 1. Okay, so 2 പ്രിന്റ് ചെയ്തു, ഒരെണ്ണം പ്രിന്റ് ചെയ്തു. നെക്സ്റ്റ് കൗണ്ട് ലെസ് ദാൻ ലിമിറ്റ് ചെക്ക് ചെയ്തു, കറക്റ്റ് ആണ്. I incremented ഓൾറെഡി ഇൻക്രിമെന്റഡ് ആയിരുന്നു. ഈസ് പ്രൈം ഓഫ് 3. അഗൈൻ ദിസ് വിൽ ബി ട്രൂ, 3 will be printed and count becomes 2. That means രണ്ട് വാല്യൂസ് കണ്ടുപിടിച്ചു, രണ്ടെണ്ണം പ്രിന്റ് ചെയ്തു, count became 2. കൗണ്ട് ഒരിക്കൽ 2 ആയി കഴിഞ്ഞാൽ that means എന്താണ്, ഇനി മുകളിലോട്ട് പോകേണ്ട ആവശ്യമില്ല. സോ അഗൈൻ വെൻ ദി കണ്ടീഷൻ ഇസ് ചെക്ക്ഡ്, കൗണ്ട് എന്ന് പറയുന്നത് 2 ആണ്, ലിമിറ്റും 2 ആണ്. 2 ലെസ് ദാൻ 2 വിൽ റിട്ടേൺ ഫാൾസ്. സോ നമ്മുടെ എന്താണ് വൈൽ ലൂപ്പിന്റെ എക്സിക്യൂഷൻ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ആവും. സോ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നമുക്ക് കൗണ്ട് 0 വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന രീതി ആയിരിക്കും. ഞാൻ എന്നാലും ഒരു എന്താണ് കൗണ്ട് 1 വെച്ച് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ലിമിറ്റിംഗ് കണ്ടീഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുക്കണം. കൗണ്ട് 0 വെച്ചാണെങ്കിൽ ഈ ലെസ് ദാൻ കൊടുക്കണം എന്നുള്ള രീതിയിൽ, രണ്ട് രീതിയിലും നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാം എന്നുള്ള രീതിയിൽ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ രണ്ട് പ്രോഗ്രാമും രണ്ട് രീതിയിലും കൗണ്ട് ഇനിഷ്യലൈസേഷൻ വെച്ചിട്ട് ഞാൻ കാണിച്ചത്. ഇനി ദ വേ വിച്ച് ഐ പ്രിഫർ ഈസ് ദ സെക്കൻഡ് വൺ. കൗണ്ട് നമ്മൾ 0 ആയിട്ട്, അതായത് ആദ്യം നമ്മൾ നമ്പേഴ്സ് ഒന്നും പ്രിന്റ് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ നമ്മുടെ കൗണ്ട് 0 ആണ്. 0 ആയിട്ട് സെറ്റ് ചെയ്യുക ആൻഡ് ചെക്ക് പുട്ട് ദി ലിമിറ്റിംഗ് കണ്ടീഷൻ ഓഫ് ആസ് കൗണ്ട് ലെസ് ദാൻ ലിമിറ്റ്. കൗണ്ട് ലിമിറ്റിനെ കാട്ടിയും കുറഞ്ഞിരിക്കുന്നിടത്തോളം കാലം ഈ വാല്യൂസ് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി ഐക്ക് നമ്മൾ ലിമിറ്റിംഗ് കണ്ടീഷൻ കൊടുക്കുന്നില്ല, ബിക്കോസ് എന്താണ് ഐയുടെ അപ്പർ ലിമിറ്റ് എന്താണെന്ന് വി ആക്ച്വലി ഡോണ്ട് നോ, ബിക്കോസ് ഐ ഈസ് ദി നമ്പർ വിച്ച് ഈസ് ബീങ് ചെക്ക്ഡ് ഫോർ പ്രൈം അണ്ടർ ഈച്ച് ഐറ്ററേഷൻ. അതുകൊണ്ട് ലിമിറ്റിംഗ് കണ്ടീഷൻ നമ്മൾ ഐയുടെ ലിമിറ്റ് അറിയാത്തത് കൊണ്ട് വി ആർ ഗോയിങ് ഫോർ ദി ലിമിറ്റിംഗ് കണ്ടീഷൻ വിത്ത് റെസ്പെക്ട് ടു കൗണ്ട്, ദാറ്റ് ഈസ് കൗണ്ട് ലെസ് ദാൻ ലിമിറ്റ്. അതായത് ഇത് നമ്മളിപ്പോ ലിമിറ്റ് 2 ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ രണ്ട് നമ്പർ പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ കൗണ്ട് ബിക്കംസ് 2, then 2 less than 2 will be false, then this loop will not be printed anymore, this loop will not be executed anymore. If limit is 5, then 5 numbers പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ count becomes 5. 4 എണ്ണം പ്രിന്റ് ചെയ്ത് കഴിയുമ്പോൾ 4 less than 5 is true, again it will be executed till a fifth number is printed. When the fifth number is printed, count becomes 5. Then after I increment, the loop condition will be checked 5 less than 5, which will be false, and the loop will be terminated. So the second method type of programming and second method ആണ് ഞാൻ prefer ചെയ്യുന്നത്, because here the count value of count will give the total number of prime numbers printed. So ഈ മൂന്ന് ഫങ്ഷൻസ്, ഈ മൂന്ന് പ്രോഗ്രാംസിൽ നിന്നും
നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഞാൻ മൂന്ന് ഫംഗ്ഷനിലും മൂന്ന് പ്രോഗ്രാമിലും മൂന്ന് രീതിയിലുള്ള പ്രോഗ്രാംസ് ആണ് ഇംപ്ലിമെന്റ് ചെയ്തത്. One is for checking whether a number is prime. Second is to print prime numbers till a limit is reached, till a limiting number, and third one is to print the all prime numbers till a count of n. അതായത് to print first n prime numbers. ഈ മൂന്ന് കേസിലും ഞാൻ പ്രൈം ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ I have written it inside a function, and on all these cases that function remains the same. See, that function remains the same. So this is one of the major advantages of using of a function. അതായത് നമ്മുടെ കോഡ് റീയൂസബിലിറ്റി എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ട്. അതായത് ഒരേ കോഡ് പല സ്ഥലങ്ങളിലും പല യൂസിനും വേണ്ടിയിട്ട് ഒരു പ്രോഗ്രാമിൽ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അത് പിന്നെയും റിപ്പീറ്റഡ് ആയിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ഇഫ് യു റൈറ്റ് ദാറ്റ് കോഡ് within a function and define it within a function, you can call that particular function whenever that much block of code is required. So code reusability എന്ന് പറയുന്ന ഒരു ഫീച്ചർ നമുക്ക് ഫംഗ്ഷൻ വെച്ചിട്ട് effective ആയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ സാധിക്കും. That is what I want you to understand. So that's all for today. See you later. Bye bye.